ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഹാഡ് ബീനെ കുറിച്ചാണ്. ഹാഡ് ബീൻ മുൻപ് കേട്ടിട്ടുണ്ടല്ലേ? എന്നാ നമ്മൾ അങ്ങനെ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒന്നല്ല. എന്നാൽ ഇനി നമുക്കും സ്ഥിരമായി യൂസ് ചെയ്യാം, വളരെ ഈസി ആയിട്ട് തന്നെ. അപ്പോ ഹാഡ് ബീൻ എപ്പോൾ എവിടെ ഒരു ആക്ഷൻ പാസ്റ്റിൽ തന്നെ കുറെ സമയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ സംഭവിച്ചു. ഒരു ആക്ഷൻ പാസ്റ്റിൽ കുറെ സമയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ സംഭവിച്ചു. അതായത് രണ്ട് പാസ്റ്റ് ആക്ഷൻസ്. അതിൽ ആദ്യത്തെ ആക്ഷൻ നമുക്ക് കുറെ സമയമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയാം. പാസ്റ്റിലെ രണ്ട് ആക്ഷൻസ്, അതിൽ ആദ്യത്തെ ആക്ഷൻ കുറെ സമയമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചു. ഈ സിറ്റുവേഷനിൽ ആദ്യത്തെ ആക്ഷൻ പറയാനായിട്ട് നമുക്ക് ഹാഡ് ബീൻ യൂസ് ചെയ്യാം. ഇനിയും നിങ്ങളുടെ ഡൗട്ട് മാറിയില്ലെങ്കിൽ ദാ ഈ സെന്റൻസസ് നോക്കാം. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധിച്ചേ, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ രണ്ട് ആക്ഷൻസ് പറയുന്നുണ്ട്. ഇതിൽ ആദ്യം സംഭവിച്ച കാര്യം പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയി നടന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെന്റൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ? നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. I had been cooking. നീ എന്നെ വിളിക്കുമ്പോൾ when you called me. രണ്ട് പാസ്റ്റിലെ ആക്ഷൻസ് ആണ്. ഒരെണ്ണം തുടർച്ചയായി കുറെ സമയം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കുന്നു. I had been cooking when you called me. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത്. അടുത്ത സെന്റൻസ്, അവൾ റിസൈൻ ചെയ്യുന്നതിന് മുൻപ് 3 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അവൾ റിസൈൻ ചെയ്യുന്നതിന് മുൻപ് 3 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നിരുന്നു. എങ്ങനെ പറയാം? She had been working in that company for 3 years. For 3 years, 3 വർഷം അല്ലേ? For 3 years before she resigned. Before she resigned. ജോലി റിസൈൻ ചെയ്യുന്നതിന് മുൻപ് 3 വർഷം അവൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. She had been working in that company for 3 years before she resigned. ജോലി റിസൈൻ ചെയ്യുന്നതിന് മുൻപ്. അടുത്ത സെന്റൻസ്, ബസ് വരുന്നതിന് മുൻപ് അവൻ അരമണിക്കൂർ അവിടെ കാത്തിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കാത്തിരുന്നോന്നോ, എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് അവൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ബസ് വരുന്നതിന് മുൻപ് അവൻ അരമണിക്കൂർ കാത്തിരിക്കുകയായിരുന്നു. He had been waiting for the bus for half an hour before it arrived. ബസ് വരുന്നതിന് മുൻപ്, before it arrived. He had been waiting for the bus for half an hour before it arrived. ബസ് വരുന്നതിന് മുൻപ് അവൻ അരമണിക്കൂർ കാത്തിരുന്നു. He had been waiting for the bus for half an hour before it arrived. ഇനി നോക്കിയേ, എങ്ങനെയാണ് ഈ സെന്റൻസസ് നമ്മൾ എഴുതിയത്? had been പ്ലസ് verb പ്ലസ് ing. അതായത് പാസ്റ്റിലെ രണ്ട് ആക്ഷൻസ് ആണ്. അതിൽ ആദ്യത്തെ സംഭവമാണ് നമ്മൾ ഹാഡ് ബീനിൽ എഴുതിയത്. അതും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു സംഭവം. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വെർബ് പ്ലസ് ing ആണ്. ഇനി പാസ്റ്റിൽ ഹാഡ് ബീന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലും ഹാഡ് ബീൻ തന്നെയാണ്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഹാഡ് ബീന് വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്.
അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് ബേസ് ആയിട്ട് ആ സെന്റൻസ് എഴുതുന്ന രീതി. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുൻപ് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുൻപ് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. It had been raining. It had been raining before we reached home. Before we reached home. It had been raining before we reached home. ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുൻപ് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് ആക്ഷൻസും പാസ്റ്റിലാണ്. ആദ്യത്തെ ആക്ഷൻ കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് തന്നെ ഹാഡ് ബീൻ. ഞങ്ങൾ ആലപ്പുഴയിൽ പോകുന്നതിന് മുൻപ് തൃശ്ശൂർ താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഞങ്ങൾ ആലപ്പുഴയിൽ താമസിക്കുന്നതിന് മുൻപ്, ആലപ്പുഴയിൽ താമസിക്കാൻ പോകുന്നതിന് മുൻപ് എവിടെ താമസിക്കുകയായിരുന്നു? തൃശ്ശൂർ താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ രണ്ട് ആക്ഷൻസ് ആണ് പാസ്റ്റില്. ആദ്യത്തെ ആക്ഷൻ നമുക്ക് ഹാഡ് ബീൻ യൂസ് ചെയ്തുകൊണ്ട് എഴുതാം. We had been living in Thrissur. We had been living in Thrissur before we moved to Alappuzha. We had been living in Thrissur before we moved to ആലപ്പുഴ. അപ്പൊ ആലപ്പുഴയിലേക്ക് താമസിക്കാൻ പോകുന്നതിന് മുൻപ് ഞങ്ങള് തൃശ്ശൂർ താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ട് ആക്ഷൻസും പാസ്റ്റിലാണ്. ഫസ്റ്റ് ആക്ഷൻ നമ്മള് ഹാഡ് ബീൻ യൂസ് ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹാഡ് ബീന്റെ യൂസ് എവിടെയാണ് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത്? പാസ്റ്റിലെ രണ്ട് ആക്ഷൻസില് ആദ്യത്തെ ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നിരുന്ന ഒരു ആക്ഷൻ പറയാനാണ് നമുക്ക് ഹാഡ് ബീൻ യൂസ് ചെയ്യുന്നത്. ഹാഡ് ബീൻ അവിടെ മാത്രമല്ല, ഇനിയും ഒരുപാട് യൂസസ് ഉണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഡെയിലി നമ്മളുടെ കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു യൂസ് ആണ് ഇന്ന് നമ്മളിവിടെ പറഞ്ഞത്. പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.